കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി ഇഡി. ബാങ്കിൽ നിന്ന് ഇഡി കണ്ടെത്തിയ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. CPM ജില്ലാ സെക്രട്ടറി M. വർഗീസിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. അതിരപ്പള്ളിയിൽ പള്ളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പള്ളിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാനക്കുട്ടി ഗ്രില്ല് തകർത്തു. ജില്ലയിൽ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. ചാവക്കാട് ബീച്ചിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. എറിയാട് കള്ളക്കടൽ പ്രതിഭാസം. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനയെടുക്കുന്നതിനിടെ കുടിവെള്ള വിതരണ പൈപ്പുകൾ തകർന്നു. എങ്ങണ്ടിയൂർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചിയാരം സ്വദേശി റോയിയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ നിന്ന് ഇഡി കണ്ടെത്തിയ CPMന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഒപ്പം ധനമന്ത്രാലയത്തിനും RPIക്കും വിവരങ്ങൾ കൈമാറി. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ഇഡി ആരോപണം. ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇഡിയെ ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPMന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി M. വർഗീസിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചാണ് അന്വേഷണം. അതേസമയം നോട്ടീസ് കിട്ടിയാലും ഹാജരാകണമോ എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് M. വർഗീസ് പറഞ്ഞു. നിലവിൽ ഇഡിയുടെ സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് M. വർഗീസ് വ്യക്തമാക്കി. അതിരപ്പള്ളിയിൽ പള്ളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പള്ളിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാനക്കുട്ടി പിൻഭാഗത്തെ ഗ്രില്ല് തകർത്തു. വെള്ളപ്പാറയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലെ വിളകൾ നശിപ്പിച്ചു. 25ഓളം തെങ്ങുകളാണ് ഒടിച്ചിട്ടത്. വെള്ളപ്പാറ ജംഗ്ഷനിലെ രാധാകൃഷ്ണൻ എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. 2 ആഴ്ച മുൻപും ഇവിടെ ആനകൾ എത്തി കൃഷിനാശം വരുത്തിയിരുന്നു. ചുറ്റുമുള്ള ഫെൻസിംഗിന്റെ ഭാഗത്ത് മരം മറിച്ചിട്ടാണ് ആനകൾ തോട്ടത്തിൽ കടക്കുന്നത്. കടുത്ത വേനലായതോടെ അതിരപ്പള്ളി മുതൽ വെറ്റിലപ്പാറ ചില്ലായി വരെയുള്ള തോട്ടത്തിൽ നിരന്തരം ആനകൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ശക്തമായ വേലിയേറ്റത്തിൽ ചാവക്കാട് ബീച്ചിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി. മുന്നറിയിപ്പിനെ തുടർന്ന് സഞ്ചാരികൾ കുറവായിരുന്നു. വേലിയേറ്റത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധന സാമഗ്രികൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. എറിയാട് തീരദേശ മേഖലയിലും കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെട്ടു. എറിയാട് ചന്ത കടപ്പുറത്തും സമീപ പ്രദേശങ്ങളിലുമാണ് തിരയടി ശക്തമായത്. കനത്ത വേലിയേറ്റത്തെ തുടർന്ന് എറിയാട് കടപ്പുറം റോഡിൽ ഒരു ഭാഗത്ത് വെള്ളം കയറി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കടൽ കരയിലേക്ക് കയറി തുടങ്ങിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടൽ വെള്ളം കയറുന്നത് തടയുന്നതിനായി ജിയോ ബാഗ് തടയണയില്ലാത്ത ഭാഗത്ത് എറിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് മണൽത്തിട്ട നിർമ്മിച്ചു. പെരിഞ്ഞനം സമിതി ബീച്ചിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടലേറ്റത്തിന്റെ രൂക്ഷത കുറഞ്ഞു. കടൽ ശാന്തമായതോടെ വെള്ളക്കെട്ട് ഭാഗികമായി ഒഴിഞ്ഞു. കടലാക്രമണമുണ്ടായ പ്രദേശങ്ങൾ ബെന്നി ബെഹന്നാൻ MP, E.T. ടൈസൺ MLA എന്നിവർ സന്ദർശിച്ചു. വേലിയേറ്റ സമയത്ത് വീണ്ടും കടലേറ്റമുണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ പ്രക്ഷുബ്ധമായത്. ഇതോടെ കടൽ ഭിത്തിയും കവിഞ്ഞ് പുറത്തേക്കൊഴുകി. വെള്ളം ഒഴുകിയതോടെ മത്സ്യബന്ധന യാനങ്ങളും മറ്റും വെള്ളത്തിലായി. കടപ്പുറത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വള്ളങ്ങളും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. വരാഹം ഫിഷിംഗ് ഗ്രൂപ്പിന്റെ പുതിയ വല മണ്ണിൽ പുതഞ്ഞ് നാശനഷ്ടമുണ്ടായി. ചാവക്കാട് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ബോട്ടിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അറിയിച്ചു. കടൽക്ഷോഭത്തെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശത്തെയും തുടർന്നാണ് നടപടി. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനയെടുക്കുന്നതിനിടെ പൈപ്പുകൾ തകർന്നതിനെ തുടർന്ന് കുടിവെള്ള വിതരണം നിലച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ചേറ്റുവ, പടന്ന ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലാണ് മാസങ്ങളായി ജലസേചന വകുപ്പിന്റെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പരിധിയിൽ പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ തകർന്ന നിലയിലാണ്. ഇതുമൂലം ഏങ്ങണ്ടിയൂരിലെ പല പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ദേശീയപാത കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് ഏങ്ങണ്ടിയൂരിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമെന്ന്
സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പറഞ്ഞു. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്കിടെ പതിവായി ഏങ്ങണ്ടിയൂരിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് ചൂണ്ടിക്കാണിച്ച് ലത്തീഫ് കെട്ടുമ്മൽ ജില്ലാ കളക്ടർക്കും ദേശീയപാത കരാർ കമ്പനിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ജലസേചന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെയും ഫലം കണ്ടില്ല. ഏങ്ങണ്ടിയൂരിലേക്കുള്ള ശുദ്ധജല വിതരണ പൈപ്പുകൾ ഭൂരിഭാഗവും കടന്നുപോകുന്നത് ദേശീയപാതയോരത്തായതിനാൽ പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പരിധിയിൽ അടിയന്തരമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ച് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വകുപ്പുതല ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCB ന്യൂസ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഉത്രാളിക്കാവ് പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചിയാരം സ്വദേശി പുത്തൂർ വീട്ടിൽ 57 വയസ്സുള്ള റോയിയാണ് മരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച റോയ്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ചോൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപം ബസ്സിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. നെന്മിനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം ചെറുന്നിയൂർ തെങ്ങുവിള സ്വദേശി 50 വയസ്സുള്ള ജോൺസനാണ് മരിച്ചത്. നിർമ്മാണ തൊഴിലാളിയായ ജോൺസൺ ജോലി കഴിഞ്ഞ് സൈക്കിളിൽ പോകുന്നതിനിടെ ഗുരുവായൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സാബു ബസ്സാണ് ഇടിച്ചത്. ആക്സ് പ്രവർത്തകർ പരിക്കേറ്റ സൈക്കിൾ യാത്രക്കാരനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ വരുന്നത് കണ്ട് ബൈക്ക് യാത്രികൻ ബൈക്കിൽ നിന്ന് ചാടിയതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ ബൈക്ക് കാറിനടിയിലേക്ക് ഇടിച്ചു കയറി. നാട്ടുകാരും യൂണിയൻ തൊഴിലാളികളും ചേർന്നാണ് കാറിനടിയിൽ കുടുങ്ങിയ ബൈക്ക് പുറത്തെടുത്തത്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തൃപ്രയാർ കിഴക്കേ നടയിലും പെരിങ്ങോട്ടുകരയിലും വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. തൃപ്രയാർ കിഴക്കേ നടയിൽ വ്യാപാര സ്ഥാപനങ്ങൾ, യാറത്തിങ്കൽ പള്ളി, പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം, ഖാദി തൊഴിലാളികൾ, കിഴിപ്പള്ളിക്കര പള്ളി സെറാഫിക് കോൺവെന്റ് എന്നിവിടങ്ങളിൽ കെ മുരളീധരൻ പര്യടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ, അനിൽ പുളിക്കൽ, NS അയൂബ്, PI ഷൌക്കത്തിലെ, ആന്റോ തുറയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF യുവജന സംഘടനകളുടെ മുല്ലശ്ശേരി മേഖലാതല കൺവെൻഷൻ സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദിൽന ധനേഷ് അധ്യക്ഷയായിരുന്നു. DYFI ജില്ലാ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത്, ആകാശ് മുല്ലശ്ശേരി, AIYF ജില്ലാ കമ്മിറ്റി അംഗം സാജൻ മുടവങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ സംഗമം നടന്നു. പാവറട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന വനിതാ സംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷയായിരുന്നു. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ്, മുൻ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ, VC ഷീജ, റൂബി ഫ്രാൻസിസ്, NK വിമല, പ്രിൻസി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുത്തുരുത്തിയിൽ റോഡ് ഷോ നടന്നു. ചെറുത്തുരുത്തി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു. CPM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KP അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CH റഷീദ് അധ്യക്ഷനായിരുന്നു. O അബ്ദുറഹ്മാൻ കുട്ടി, RV അബ്ദുൽ റഹീം, KD വീരമണി, MV ഹൈദരാലി, TS അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്ര സായുധ സേന റൂട്ട് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രശ്നബാധിത മേഖലകൾ കേന്ദ്രീകരിച്ചാണ് റൂട്ട് മാർച്ച് നടത്തിയത്. പടിഞ്ഞാറെ വെമ്പല്ലൂർ അസ്മാബി കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പൊക്ലായി സെന്ററിൽ സമാപിച്ചു. മതിലകം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും റൂട്ട് മാർച്ചിൽ അണിനിരന്നു. മതിലകം പോലീസ് ഇൻസ്പെക്ടർ നൌഫൽ, CAPF കമാൻഡന്റ് DT പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ അഴീക്കോട് കപ്പൽ ബസാറിൽ നിന്നും 5.5 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷംനാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാജമദ്യം പിടിച്ചെടുത്തത്. ബീച്ച് റോഡിൽ കപ്പൽ ബസാറിൽ ഒഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച നിലയിലാണ് മദ്യം കണ്ടെടുത്തത്. കൊടുങ്ങല്ലൂർ
ഭരണി, വിഷു എന്നിവയോടനുബന്ധിച്ച് തീരദേശ മേഖലയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. മാള പള്ളിപ്പുറം പടിഞ്ഞാറെ പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറി. കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തടയണ ഒലിച്ചു പോയതോടെയാണ് കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിയത്. പാടശേഖരത്തിലും അനുബന്ധ തോടുകളിലും ഉപ്പുവെള്ളം നിറഞ്ഞതോടെ സമീപത്തെ കിണറുകൾ ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിലാണ്. കൊയ്ത്ത് കഴിഞ്ഞ 40 ഏക്കറോളം പാടശേഖരത്തിൽ ഇനി കൃഷി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. ചെന്തുരുത്തി ഭാഗത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞിരുന്ന തടയണയിലൂടെ പോയിരുന്ന പൈപ്പ് ഒരാഴ്ച മുൻപാണ് പൊട്ടിയത്. പോയതിന് ശേഷം ഉപ്പുവെള്ളം കയറി. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ്. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്താണ് ഈ വെള്ളം ഇങ്ങനെ കയറിയേക്കണത്. ഇത് ഫുള്ള് ഉപ്പാണ് കയറിയേക്കണത്. ഇവിടെ ഈ പള്ളിയുടെ താഴെ വരെ ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട് തോട്ടിൽ കൂടി. അതിനി 2 വർഷത്തേക്ക് ഇവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഇറക്കാൻ പറ്റില്ല. വണ്ടി ഇറക്കി കഴിഞ്ഞാൽ വണ്ടി താഴ്ന്നു പോകും. ആ കണ്ടീഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരമായിട്ടുള്ളത് കെ തോമസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് കെട്ടിയേക്കണ അണ്ടി കമ്പനിയിലെ കലുങ്ക് പുനർനിർമ്മിക്കുക, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം. ഒരു മത്സ്യ പുതുമകൾ ഏറെയുണ്ട് ബാലാജിയുടെ കൃഷിത്തോട്ടത്തിന്. വെയിലും മഴയും മഞ്ഞും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒന്നും ഇവിടെ ബാധിക്കില്ല. 365 ദിവസവും പഴവും പച്ചക്കറികളും വിളവെടുക്കുന്ന കൃഷിയാണ് ബാലാജിയുടേത്. ഏതൊരു കൃഷിക്കാരനും പിന്തുടരാവുന്ന മാതൃക. കേരളത്തിന് ആവശ്യമായിട്ടുള്ള പാലും പച്ചക്കറിയും കോഴിമുട്ടയുമെല്ലാം മത്സ്യവുമെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രമാണ് ആരോഗ്യ സമ്പന്നമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക, സ്വയം പര്യാപ്തയിലേക്ക് എത്തുക, വരുമാന മാർഗം ഉണ്ടാക്കുക എന്നതിലേക്ക് എത്താനാകും. അതിൻ്റെ വലിയ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നെല്ലാം എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിലുള്ള 10 ഏക്കർ കൃഷിത്തോട്ടത്തിൽ മില്ലറ്റ് മുതൽ തണ്ണിമത്തൻ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മത്തൻ, കുമ്പളം, പടവലം, പാവൽ, പയർ, ചീര, വെണ്ട, വഴുതന തുടങ്ങിയ എല്ലാ നാടൻ പച്ചക്കറികളും കാലഭേദമില്ലാതെ ഇവിടെ വിളയുന്നു. ജൈവരീതിയിലായതിനാൽ വിഷമില്ലെന്ന് ഉറപ്പിച്ച് ധൈര്യമായി വാങ്ങാം. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ പെരുമ്പിലാവ് സെന്ററിൽ ഒരു വിപണന കേന്ദ്രവുമുണ്ട്. 3 മീൻകുളം, ഒട്ടേറെ പശുക്കൾ, 100ഓളം കോഴികൾ എന്നിവയും തോട്ടത്തിനോട് ചേർന്നുണ്ട്. ഇവയിൽ നിന്നും ലഭിക്കുന്ന ജൈവവളമാണ് പ്രധാനമായും കൃഷിക്ക് ഉപയോഗിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ M. ബാലാജിക്ക് പാർട്ടി വലങ്കൈയാണെങ്കിൽ കൃഷി ഇടങ്കൈയാണ്. 2 തവണ കർഷക പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി. അധ്യാപികയായ ഭാര്യ ലീനയും വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവായ മകൻ അതുൽ കൃഷ്ണയും കൃഷിക്ക് കൂട്ടിനുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. അവധിക്കാലം തുടങ്ങിയതോടെ ജനത്തിരക്കിലായി ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവ്. 100 കണക്കിന് ആളുകളാണ് കുളിക്കാനും പുഴ കാണാനും കടവിലെത്തുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. തടയണ കിട്ടിയത് മൂലമാണ് വിനോദസഞ്ചാരികളെ ആറാട്ടുകടവിലേക്ക് ആകർഷിച്ചു തുടങ്ങിയത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആറാട്ടുമുങ്ങലും ബലിതർപ്പണവുമെല്ലാം കണക്കിലെടുത്ത് പടവുകൾ കെട്ടിയതും ജനത്തിന് അനുഗ്രഹമായി. പരിയാരം CSR കടവിലെ തടയണയിലും വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി അഗ്നിശമന വിഭാഗം സേഫ്റ്റി ട്യൂബ് അടക്കമുള്ള ഉപകരണങ്ങൾ കടവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണതിനിടയായ SIയുടെ മോശമായ പെരുമാറ്റ ദൃശ്യങ്ങൾ പുറത്ത്. ASI അസീസിനെ പുതുതായി ചുമതലയേറ്റ SI മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ SP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് കുടുംബം. GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസീസിനെ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് CI പറഞ്ഞയച്ചതാണ് SI പ്രവീണിനെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. തിരിച്ച് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ SI പ്രവീൺ ASI അസീസിനോട് മോശമായി പെരുമാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്ന് പരാതി കേൾക്കാനിരുന്ന അസീസ് മാനസിക സംഘർഷത്തെ തുടർന്ന് തലകറങ്ങി വീഴുകയായിരുന്നു. സൂപ്പർ പോലീസ് ആവണ്ട. അസീസോടെ പണിയെടുപ്പിച്ച പണിയെടുക്കാനാണ് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒരാളുണ്ട്, അതിനോട് ഔട്ട് പോസ്റ്റ് ഉണ്ട്. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ പണികൾ ചെയ്തില്ല.
വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിയാട് താമസിക്കുന്ന കണ്ണൂർ സ്വദേശി ഈറ്റത്തോട് ബിബിൻ സണ്ണിയാണ് അറസ്റ്റിലായത്. കർണാടകയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. CI മുഹമ്മദ് ബഷീർ, CPOമാരായ അനീഷ്, സവീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ മുരിയാട് എംപറർ എമ്മാനുവൽ കേന്ദ്രത്തിൽ നടന്ന സംഘർഷത്തിനിടയിലാണ് ജ്ഞാനപ്രകാശ് എന്നയാൾക്കെതിരെ വധശ്രമം നടന്നത്. വടക്കാഞ്ചേരി നഗരസഭയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ വാഹനങ്ങളിൽ വെള്ളമെത്തിക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും നഗരസഭ പേരിന് മാത്രം ചില സ്ഥലങ്ങളിൽ വെള്ളം നൽകി തട്ടിത്തപ്പുകയാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ K. അജിത് കുമാർ ആരോപിച്ചു. ഒരു മാസം മുൻപ് കൗൺസിലർമാരുടെ കയ്യിൽ നിന്ന് വെള്ളം വിതരണം ചെയ്യേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് വാങ്ങിവെച്ചതാണ്. എന്നാൽ വെള്ളം വിതരണം വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിൽ ആരംഭിച്ചിട്ടില്ല. എല്ലാ ഡിവിഷനുകളിലും ചൊവ്വാഴ്ച മുതൽ തന്നെ കുടിവെള്ള വിതരണം ആരംഭിക്കണമെന്നും കുടിവെള്ള വിതരണം ചെയ്യുന്ന സമയക്രമം തയ്യാറാക്കി കൗൺസിലർമാർ നൽകണമെന്നും K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം. ജനങ്ങൾ നിരവധി പേരാണ് ഓരോ ദിവസവും കുടിവെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ സർക്കാർ ഉത്തരവുണ്ടായിരുന്നു കുടിവെള്ളം വിതരണം ചെയ്യാൻ. നഗരസഭ ചേർന്ന് കുടിവെള്ളം വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും എല്ലാ കൗൺസിലർമാരും അതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം വിതരണം ചെയ്യാൻ ലിസ്റ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. പലതവണ ചെയർമാനെ വിളിച്ചപ്പോഴും ഇത്ര നേരത്തെ തുടങ്ങിയാൽ കാശുണ്ടാവില്ല, അതുകൊണ്ട് കുറച്ചും കൂടി രൂക്ഷമാവട്ടെ എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ ബംഗ്ലാവിനടുത്ത് കാവുങ്ങൽ വിജുവിനെയാണ് ഇരിങ്ങാലക്കുട റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MG അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 1.5 ലിറ്റർ വിദേശ മദ്യവും 3400 രൂപയും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥരായ ഫാബിൻ പൗലോസ്, ഉണ്ണികൃഷ്ണൻ, ബിന്ദുരാജ്, ശിവൻ, രഞ്ജു എന്നിവരും ഉണ്ടായിരുന്നു. 9 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹാരിസൺ മുപ്പിളി എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളികൾ സമരം നടത്തി. കാരിക്കുളം ഡിവിഷനിലെ തൊഴിലാളികളാണ് സമരം നടത്തിയത്. മാർച്ച് മാസത്തിൽ മുഴുവൻ സംഖ്യയും തന്ന് തീർക്കാമെന്ന വ്യവസ്ഥ കമ്പനി പാലിച്ചില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ജോലിക്കിടെ അപകടത്തിൽ കൈക്ക് പരിക്കേറ്റ തൊഴിലാളിക്ക് ചികിത്സാ സഹായം നൽകാൻ മാനേജ്മെന്റ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. മുഴുവൻ ശമ്പളത്തുകയും ലഭ്യമാകുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വേനൽ ചൂടിൽ നിന്ന് ആശ്വാസമേകാൻ ദേവസ്വം സംഭാര വിതരണം തുടങ്ങി. കിഴക്കേ നടയിലും തെക്കേ നടയിലും പ്രത്യേകം കൗണ്ടർ വഴിയാണ് സംഭാരം വിതരണം ചെയ്യുന്നത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ് അധ്യക്ഷനായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഹെൽത്ത് സൂപ്പർവൈസർ ഡോക്ടർ MN രാജീവ്, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M. പ്രമോദ് കുമാർ, M. രാധ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി അംഗം KV ഫിലിപ്പിന്റെ നിര്യാണത്തിൽ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ അനുശോചിച്ചു. യോഗത്തിൽ INTUC യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി, ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി KM അഷ്റഫ്, BMS യൂണിറ്റ് പ്രസിഡന്റ് VM മുകേഷ്, CV ബേബി, NV വസന്തൻ എന്നിവർ സംസാരിച്ചു. സംഗീത് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 24ാമത് സെവൻസ് ഫുട്ബോൾ നൈറ്റ്സിന് പടിയത്ത് തുടക്കമായി. കുച്ചിപ്പാടം ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം CV ബാബു, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട്, വാർഡ് മെമ്പർ സരിത സുരേഷ്, ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരാഗ് എരണേഴത്ത്, സെക്രട്ടറി അതുൽ കൊച്ചത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ആലുവ മുപ്പത്തിടം ക്രൗൺ FCയും ഓർബിറ്റ് അബുദാബി എടപ്പാളും തമ്മിൽ ഏറ്റുമുട്ടി. സമനിലയിൽ കലാശിച്ച പോരാട്ടത്തിൽ നറുക്കെടുപ്പിൽ എടപ്പാൾ ഓർബിറ്റ് അബുദാബി ടീമിനെ വിജയികളായി പ്രഖ്യാപിച്ചു. ടൂർണമെന്റ് ഈ മാസം 7-ന് സമാപിക്കും. ക്രൗൺ FC മുപ്പത്തിടം ആലുവയാണ്. ഗോൾ കീപ്പർ രാജീവ് പള്ളിയിൽ ആൻഡ് അഡ്വക്കേറ്റ് സഞ്ജു പൈനൂർ. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കളിയിലേക്ക്. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക കലാസന്ധ്യ രാംകുമാർ കാട്ടാനിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജേഷ് കുറുപ്പത്ത്, ഷാജി കുറുപ്പത്ത്, E. രമേശൻ, സജയ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
പ്രകൃതി സംരക്ഷണ സംഘം ഗ്രീൻ ഫുൾ ഡേ സംസ്ഥാനതല ദിനാചരണം കുന്നംകുളത്ത് നടന്നു. ഒരു മരം നടാം നാളെയുടെ നന്മയ്ക്കായി എന്ന സന്ദേശവുമായി ഗ്രീൻ ഫുൾ ഡേ 14 ജില്ലകളിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെർമൽ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശൻ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. പാസ്റ്റർ MG ഇമ്മാനുവൽ, പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ്, ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ, ശങ്കരനാരായണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു ജോൺ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി ED. ബാങ്കിൽ നിന്ന് ED കണ്ടെത്തിയ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. അതിരപ്പള്ളിയിൽ പള്ളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പള്ളിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാനക്കുട്ടി ഗ്രില്ല് തകർത്തു. ജില്ലയിൽ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. ചാവക്കാട് ബീച്ചിൽ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. എറിയാട് കള്ളക്കടൽ പ്രതിഭാസം. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനയെടുക്കുന്നതിനിടെ കുടിവെള്ള വിതരണ പൈപ്പുകൾ തകർന്നു. എങ്ങണ്ടിയൂർ മേഖലയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചിയാരം സ്വദേശി റോയിയാണ് മരിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.